അത് കേട്ടിട്ട് 37 മുതലുള്ള വാക്യങ്ങൾ അത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പം ദൈവവചന കേൾവിയിൽ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം എന്നുള്ളതാണ്. പൊതുവേ ഇന്ന് ദൈവവചന കേൾവി മോട്ടിവേഷൻ സ്പീക്കിംഗ് ആയിട്ടൊക്കെ മാറാറുണ്ട്. ആശ്വാസം ഉണ്ടാകണം. പക്ഷേ ദൈവവചന കേൾവിയുടെ അൾട്ടിമേറ്റായിട്ടുള്ള എയിമെന്ന് പറയുന്നത് മാറ്റങ്ങളാണ്. മാറ്റങ്ങളുണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം. അങ്ങനെയാണ് വെൻ ദ ഹേർഡ് ദിസ് ദേ വെർ കട്ട് ടു ദ ഹാർട്ട്. അവിടെ ഹൃദയത്തിന് മുറിവേറ്റു. കുത്തുകൊണ്ടപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ പറയും, പാസ്റ്റർ എന്നെ തന്നെ കുത്തിയ എന്ത് ചെയ്തത്? പ്രസംഗിച്ചെന്ന് പറയും അല്ലേ? സത്യമായിട്ട് നിങ്ങളെ തന്നെ കുത്തിയ പ്രസംഗിച്ചതാണ് മറുപടി പറയേണ്ടത്. അപ്പം പാസ്റ്റർ പറയും, മനസാ വാച കർമ്മണ. ഞങ്ങളുടെ ഒരു ദേവദാസൻ്റെ സ്ഥിരം ശൈലിയാണ് അല്ലേ? എന്തോ പറഞ്ഞാലും പറയും മനസാ വാച കർമ്മണ, അറിഞ്ഞോ അറിയാതെയോ ഈ വിഷയത്തിൽ. അപ്പോൾ തന്നെ പുള്ളി അങ്ങ് വിറയ്ക്കും. ഞാനിതൊന്നും മനസ്സുകൊണ്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല പറയുക. അത് കുത്തു കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ഏത് സഭയിലോട്ടാണ് മാറിപ്പോകണമെന്നല്ല ആലോചിച്ചത്. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം. കുത്തു കണ്ടാൽ ചോദിക്കണം, എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ 38 മുതലുള്ള വാക്യങ്ങളാണ് ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ പറയുകയാണ്. അത് കേട്ടപ്പോൾ അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നിട്ട് അവരെ പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ്. അതിൻ്റെ 40-ാമത്തെ വാക്യം, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതിനുശേഷം 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അടിസ്ഥാനപരമായ വേദ ഉപദേശങ്ങൾ നമ്മളവിടെ കാണുകയാണ്. സഭയുടെ അടിസ്ഥാന വേദ ഉപദേശങ്ങൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്, വീണ്ടും ജന്മം പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 1, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. 2, സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4, വേർപാടാചരിക്കണം. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. 5, നാം കാണുന്നു, കൂട്ടായ്മ ആചരിക്കണം. 6, അപ്പം നുറുക്കണം. 7, പ്രാർത്ഥന കഴിക്കണം. ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ അവിടെ കാണുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങളെ വളരെ ചുരുക്കമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1, രക്ഷിക്കപ്പെടണം. അടിസ്ഥാന വേദോപദേശങ്ങൾ 7 ഏതാണ്? 7. 1, എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. 2, സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. 4, വേർപാടാചരിക്കണം. 5, കൂട്ടായ്മ ആചരിക്കണം. 6, അപ്പം നുറുക്കണം. 7, പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. 1, രക്ഷിക്കപ്പെടണം. 2, സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4, വേർപാടാചരിക്കണം. 5, കൂട്ടായ്മ ആചരിക്കണം. 6, അപ്പം നുറുക്കണം. 7, പ്രാർത്ഥന കഴിക്കണം. 7 അടിസ്ഥാന വേദോപദേശങ്ങളെ നാം ഇവിടെ കാണുകയാണ്. ആ വേദോപദേശങ്ങൾ നാം ഓരോന്നായിട്ട് ചിന്തിക്കാം.